ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ അടുത്ത കാലത്തൊന്നും ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറുകളായ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ ഇത്ര വലിയൊരു പണി വേറെ കിട്ടിയിട്ടുണ്ടാകില്ല. സെക്കൻഡുകൾ കൊണ്ട് ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്സ് തിരുത്തി എഴുതിയ ഭാരതത്തിന്റെ മാസ്റ്റർ മൂവ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തെ വൻ ശക്തികൾ എന്ന് നമ്മൾ വിളിച്ചിരുന്ന അമേരിക്കയും ചൈനയും റഷ്യയും എല്ലാം ഇന്ന് ഒരുപോലെ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു രാജ്യത്തിലേക്കാണ്. നിരവധി തവണ ഞാൻ പറഞ്ഞു വന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ രാജ്യം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടതില്ല, നമ്മുടെ ഭാരതം തന്നെയാണ്. കാലങ്ങളായി വികസന രാജ്യമെന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ തീരുമാനങ്ങൾക്ക് പിന്നാലെ മാത്രം നടക്കുന്നവരെന്നും മാത്രം മുദ്രകുത്തപ്പെട്ടൊരു കറുത്ത ചരിത്രം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കഥ പൂർണ്ണമായും മാറി. ഇന്ന് ഭാരതം തീരുമാനങ്ങൾ എടുക്കുകയാണ്, ലോകം അത് കണ്ണടച്ച് കേൾക്കുകയാണ്. വാഷിംഗ്ടണും ബീജിംഗും തങ്ങളുടെ അജണ്ടകൾ മറ്റു രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ സ്വന്തം 140 കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി ലോകശക്തികളുടെ കണ്ണുകളിൽ നോക്കി സൗമ്യമായി എന്നാൽ തികച്ചും ബോൾഡായി നോ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന പുതിയ ഭാരതത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധികളിലും യുദ്ധങ്ങളിലും ലോകം തകരുമ്പോൾ ഇന്ത്യ മാത്രം ഒരു ബ്രൈറ്റ് സ്പോട്ടായി വളരുന്നത് എന്ന്? ചൈനയെ പാടെ തള്ളി പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാർ ഭാരതത്തിലെ ക്യൂ നിൽക്കുന്നത് എന്തുകൊണ്ട്? പാശ്ചാത്യ രാജ്യങ്ങളുടെ വൻ ഉപരോധ ഭീഷണികളെ കാറ്റിൽ പറത്തി ഭാരതം സ്വന്തം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയ മാജിക് എന്താണ്? കേവലം 5 വർഷം കൊണ്ട് ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിക്കും സാമ്പത്തിക നട്ടെല്ലിനും ഇത്ര വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കുമോ? നിങ്ങളൊരു ഭാരതീയനാണെങ്കിൽ നെഞ്ചു വിരിച്ച് അത്യധികം ഭാരതത്തോടെ അഭിമാനത്തോടെ മാത്രം കാണാൻ കഴിയുന്ന ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഞെട്ടലോടെ ചർച്ച ചെയ്യുന്ന ആ വൻ സത്യങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലത്തെ ആഗോള സംഭവവികാസങ്ങൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഭാരതത്തിന്റെ വിദേശ നയം ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ പഠിക്കപ്പെടേണ്ട ഒരു നയതന്ത്ര മാതൃകയായി മാറിയിരിക്കുന്നു. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് സമയം ഒന്ന് ഓർത്തു നോക്കൂ. യൂറോപ്പും അമേരിക്കയും അടങ്ങുന്ന വൻ ശക്തികൾ റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ലോകരാജ്യങ്ങളോട് റഷ്യയിൽ നിന്ന് എണ്ണയോ മറ്റ് വിഭവങ്ങളോ വാങ്ങരുതെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്ത ഘട്ടമായിരുന്നു അത്. പാശ്ചാത്യ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഇന്ത്യക്ക് മേൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി. പക്ഷേ ഭാരതം എന്താണ് ചെയ്തത്? ഏതൊരു വിദേശ ശക്തിയുടെയും ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാതെ സ്വന്തം 140 കോടി വരുന്ന ജനങ്ങളുടെ ഇന്ധന സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കാൻ ഭാരതം റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് നിരക്കിൽ വൻതോതിൽ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചു. അമേരിക്കൻ മാധ്യമങ്ങൾ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ലോകത്തോട് വിളിച്ചു പറഞ്ഞ മറുപടി തികച്ചും ചരിത്രപരമായിരുന്നു. യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണ്, എന്നാൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റേതല്ല എന്ന ചിന്താഗതി ഇനി നടപ്പാകില്ല. ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും മുൻഗണന ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ്. ഇതിനേക്കാൾ രസകരമായ ഒരു നയതന്ത്ര വിജയം വേറെയുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലും ആക്കി മാറ്റി അതേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത് മിണ്ടാതെ നോക്കി നിൽക്കേണ്ടി വരികയാണ് ചെയ്തത്. ഇതാണ് ആഗോളതലത്തിൽ ഭാരതം കെട്ടിപ്പടുത്ത നയതന്ത്ര കരുത്ത്. ഇന്ന് ഭാരതം ഗ്ലോബൽ സൗത്ത് അഥവാ വികസിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട രാജ്യങ്ങളുടെ ശക്തമായ ശബ്ദമാണ്. ന്യൂഡൽഹിയിൽ വെച്ച് G20 ഉച്ചകോടി നടന്നപ്പോൾ 50-ലധികം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആഫ്രിക്കൻ യൂണിയനെ G20യിലെ സ്ഥിരം അംഗമാക്കാൻ മുൻകൈ എടുത്തത് നമ്മുടെ ഭാരതമാണ്. ലോകത്തെ വൻകിട ശക്തികൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുൻഗണന നൽകിയപ്പോൾ വസുദൈവ കുടുംബകം, അതായത് ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന കാലാതീതമായ സന്ദേശമാണ് ഭാരതം ലോകത്തിന് മുന്നിൽ വീണ്ടും ഉയർത്തിപ്പിടിച്ചത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് സാമ്പത്തിക മേഖലയെ കുറിച്ചാണ്. കാരണം ഒരു രാജ്യത്തിന്റെ അന്താരാഷ്ട്ര സ്വാധീനം നിർണ്ണയിക്കുന്നത് അതിന്റെ സാമ്പത്തിക അടിത്തറയാണ്. കേവലം ഒരു പതിറ്റാണ്ട് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ 10 സാമ്പത്തിക ശക്തികളിൽ 10ാം സ്ഥാനത്തായിരുന്ന, അതായത് തകർച്ചയുടെ വക്കിലായിരുന്ന ഫ്രഗൈൽ 5 രാജ്യങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ഇന്ത്യ. ഇന്ന് ബ്രിട്ടനെയും ഫ്രാൻസിനെയും പിന്നിലാക്കി ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നമ്മൾ മാറി. അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ് ഞാൻ പറയാൻ വരുന്നത്. വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ജർമ്മനിയെയും ജപ്പാനെയും പിന്നിലാക്കി ഭാരതം ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് IMFും വേൾഡ് ബാങ്കും ഒരേ സ്വരത്തിലാണ് അടിവരയിട്ട് പറയുന്നത്. എങ്ങനെയാണപ്പോൾ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനിടയിലും ഭാരതം ഈ അത്ഭുതം സൃഷ്ടിച്ചെടുത്തത്? മേക്ക് ഇൻ ഇന്ത്യ വിപ്ലവം.
ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരായ ആപ്പിൾ, ഫോക്സോൺ, സാംസങ്, ടെസ്ല തുടങ്ങിയ വൻകിട കമ്പനികൾ തങ്ങളുടെ പ്രധാന മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ചൈനയിൽ നിന്നും മാറ്റി ഭാരതത്തിലേക്ക് കൊണ്ടുവരികയാണ്. മുമ്പ് 100% ഐഫോണുകളും ചൈനയിൽ മാത്രം നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് ആഗോള വിപണിയിലെ വൻതോതിലുള്ള ഐഫോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഫാക്ടറികളിൽ നിന്നാണ്. ഇനി അടുത്തത് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ചിപ്പ് വിപ്ലവത്തിലേക്കാണ് വരുന്നത്. ഇന്നത്തെ ലോകത്ത് കാറ്, സ്മാർട്ട് ഫോണ്, ലാപ്ടോപ്പ്, മിസൈല് എന്നിവയെല്ലാം പ്രവർത്തിക്കാൻ സെമി കണ്ടക്ടർ ചിപ്പുകൾ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഇത്രയും കാലം നമ്മൾ തായ്വാനെയും ചൈനയെയും മാത്രം ഇക്കാര്യത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്ന ആ ഒരു മേഖലയിൽ വൻ തുക നിക്ഷേപിച്ചുകൊണ്ട് ഭാരതം തങ്ങളുടെ സ്വന്തം സെമി കണ്ടക്ടർ ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുകയാണ്. ഗുജറാത്തിലും അസമിലും തമിഴ്നാട്ടിലും ഒക്കെ ഉയരുന്ന വൻകിട ചിപ്പ് ഫാക്ടറികൾ ഭാവിയിലെ സാങ്കേതിക ലോകത്തെ ഭാരതത്തിന്റെ കസ്റ്റഡിയിലാക്കും. ചൈനയോടുള്ള കടുത്ത വിരോധം കാരണം ലോകരാജ്യങ്ങൾ നടപ്പിലാക്കുന്ന ചൈന +1 സ്ട്രാറ്റജിയിൽ അവർക്ക് മുന്നിലുള്ള ഒരേയൊരു വിശ്വസ്തവും സുരക്ഷിതവുമായ ബദൽ ഇന്ന് ഭാരതം മാത്രമാണ്. ഇന്ത്യൻ തെരുവുകളിലെ ചെറിയൊരു പച്ചക്കറിക്കടയിൽ അല്ലെങ്കിൽ തട്ടുകടയിൽ പോലും നമ്മൾ ഇന്ന് വളരെ നിസ്സാരമായി QR കോഡ് സ്കാൻ ചെയ്ത് പണം നൽകുന്നു. ഇത് നമുക്ക് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പുറം രാജ്യക്കാർക്ക് അങ്ങനെയല്ല. ഇത് നമുക്ക് ദൈനംദിന ജീവിതത്തിലെ ഒരു സാധാരണ കാര്യമായിട്ടൊക്കെ തോന്നാം. എന്നാൽ വികസിച്ച രാജ്യങ്ങൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയിലോ യൂറോപ്പിലെയോ ജനങ്ങൾക്ക് ഇതിന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു അത്ഭുതമാണെന്ന് അറിയോ? നമ്മുടെ സ്വന്തം UPI അഥവാ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ഇന്നൊരു ആഗോള പ്രതിഭാസമാണ്. ലോകത്തിലെ ആകെ ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകളിലെ 46% നടക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ലോകത്തിലെ മറ്റ് മുഴുവൻ രാജ്യങ്ങളും ചേരുന്നതിനേക്കാൾ കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ ഇന്ത്യ ഒറ്റയ്ക്ക് ചെയ്യുന്നു. ഇന്ന് സിംഗപ്പൂർ, UAE, ഫ്രാൻസ്, മൗറീഷ്യസ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങി നിരവധി രാജ്യങ്ങൾ UPI അംഗീകരിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കാനും ഇന്ത്യൻ രൂപയിൽ നേരിട്ട് വിദേശ വ്യാപാരം നടപ്പിലാക്കാനുമുള്ള ചരിത്രപരമായ വഴിയാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് ഒന്ന് നോക്കാം. 10 വർഷം മുമ്പ് പ്രതിദിനം 12 കിലോമീറ്റർ ഹൈവേകൾ മാത്രം നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് പ്രതിദിനം 30 കിലോമീറ്ററിലധികം ലോകോത്തര എക്സ്പ്രസ് വേകളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. പിന്നെ സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ പഴയ മുഖച്ഛായ തന്നെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് ബ്രിഡ്ജ് കശ്മീരിൽ നിർമ്മിച്ച് ഭാരതം തങ്ങളുടെ എഞ്ചിനീയറിംഗ് മികവ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ബഹിരാകാശ രംഗത്ത് ISRO കുറിച്ച ചരിത്രം ആർക്കെങ്കിലും മറക്കാൻ കഴിയോ? ലോകത്ത് ഇന്ന് വരെ ഒരു രാജ്യത്തിനും സാധിക്കാത്ത രീതിയിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 വിജയകരമായി ഇറക്കുന്ന ആദ്യ രാജ്യമായി ഭാരതം മാറി. അതും ഹോളിവുഡ് ബഹിരാകാശ സിനിമകളുടെ ബജറ്റിനേക്കാൾ കുറഞ്ഞ ചെലവിൽ. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. ഏതൊരു ചെറിയ സൈനിക സാങ്കേതിക വിദ്യയ്ക്കും നമ്മൾ റഷ്യയെയോ അമേരിക്കയെയോ ഫ്രാൻസിനെയോ ഒക്കെ ആശ്രയിച്ചൊരു സമയം നമുക്കുണ്ട്. എന്നാൽ ഇന്ന് ആത്മനിർഭർ ഭാരതത്തിന്റെ തദ്ദേശീയ പ്രതിരോധ വിപ്ലവം നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. തങ്ങളുടെ അതിർത്തികൾ കാക്കാൻ മാത്രമല്ല, മറിച്ച് ലോക സമാധാനത്തിന് വേണ്ടി മിത്രരാജ്യങ്ങൾക്ക് സംരക്ഷണം നൽകാനും ഇന്ന് നമ്മൾ സർവ്വസജ്ജമാണ്. ഈ വലിയ മാറ്റങ്ങളൊന്നും പെട്ടെന്നൊരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനവും ശക്തവും വീക്ഷണമുള്ള നേതൃത്വവും തങ്ങളുടെ ലോകത്തെ നയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവുമാണ് ഭാരതത്തെ ഈ നിലയിൽ എത്തിച്ചത്. അത് മാത്രമാണ് 21ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണ് എന്ന് ഇന്ന് ലോക നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അത് കേവലം ഒരു വാഗ്ദാനമല്ല, മറിച്ച് കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ അഭിമാന നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.